കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് വിലക്കിയ കേസിൽ ഇപ്പോൾ ഇഡിക്ക് തിരിച്ചടി നേരിട്ടു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ ഇപ്പോൾ വരുന്നത്. തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ ഇഡിക്ക് കഴിയില്ല എന്ന് തന്നെ കോടതി വീണ്ടും വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് 26-ന് അവസാനിക്കുമോ എന്നാണല്ലോ ഡിവിഷൻ ബെഞ്ച് ഇന്നിപ്പോൾ ചോദിച്ചതും. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് തന്നെയാണ് ഇഡിയോട് കോടതി വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ ഈ ഹർജി തോമസ് ഐസക്ക് സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്ക് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ വന്നിരുന്നു. ഇതിൽ ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്ര അത്യാവശ്യത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം ചോദ്യം ചെയ്താൽ മതിയാകുമല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്ക്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഈ ഘട്ടത്തിൽ ബുദ്ധിമുട്ടിക്കരുതെന്ന കാര്യമാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ഒരു ഇടക്കാല ഉത്തരവ് നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിലക്കുകയും ചെയ്തിരുന്നു. ഈ വിലക്കിനെതിരെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ഒപ്പം മുഹമ്മദ് ഹക്കീം എന്നിവർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി അല്പസമയം മുമ്പ് പരിഗണിച്ചത്. ഇഡിയുടെ അപ്പീൽ പരിഗണിച്ചത്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ കാര്യം ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം. തോമസ് ഐസക് ഹാജരായാൽ മാത്രമേ അന്വേഷണം പൂർത്തിയാക്കാനാകൂ എന്ന കാര്യമാണ് ഇഡി വ്യക്തമാക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ഇതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ചോദിച്ചത് ഇത്ര വേഗം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താണ് ഇത്ര അത്യാവശ്യം എന്ന കാര്യം ചോദിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ചോദ്യം ചെയ്താൽ പോരെ? 10 ദിവസം കൂടിയല്ലേ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകാനുള്ളൂ, അതിനുശേഷം ചോദ്യം ചെയ്താൽ പോരെ എന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഇഡിയുടെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ തോമസ് ഐസക്കിനെതിരായി ഇഡിയുടെ അപ്പീൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാൻ വേണ്ടി, വോട്ടെടുപ്പിന് ശേഷം പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ തോമസ് ഐസക്കിന് സമൻസ് നൽകിയിരുന്നു. എന്നാൽ തോമസ് ഐസക്ക് പല ഘട്ടത്തിലും ഹാജരായിരുന്നില്ല എന്ന കാര്യം ഇഡി അറിയിക്കുകയും ചെയ്തു. ശരി, രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുടെ വിവരങ്ങളാണ് ശ്യാം ദേവരാജൻ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് നൽകിയത്.